കരോക്കെ നിർമ്മിക്കാൻ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലോ? അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ MP3 പാട്ട് കരോക്കെ ആക്കാൻ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് മുതലേ ട്രാക്ക് കരോക്കെ ആക്കാൻ കൺവേർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നോയ്സും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും. ഒരു പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ AI സാങ്കേതിക വിദ്യയിലൂടെ ശബ്ദം മാത്രം റിമൂവ് ചെയ്ത് MP3 പാട്ടുകളെ കരോക്കെ ആക്കാൻ സഹായിക്കുന്ന അടിപൊളി ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് മ്യൂസിക് റിമൂവ് ചെയ്തിട്ട് പാട്ട് മാത്രം വേണമെങ്കിലും അങ്ങനെയും എടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ദാസേട്ടൻ്റെ ഒരു പാട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് മ്യൂസിക് റിമൂവ് ചെയ്ത് ദാസേട്ടൻ്റെ വോയിസ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു പാട്ടിലെ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രം, ഇപ്പോൾ തബല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രംസ്, അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു അത്ഭുത ലോകമാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വെർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മിനിറ്റുള്ള ട്രാക്ക് മാത്രമേ നിങ്ങൾക്ക് അതിൽ ചെയ്യാൻ പറ്റൂ. ഇനി ഞാൻ തരുന്ന ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക. ഈ ആപ്ലിക്കേഷന് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വീഡിയോ വ്യക്തമായിട്ട് കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്, ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്, കരോക്കെ എങ്ങനെയാണ് കിട്ടുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അതൊരാൾക്കും കമൻറ്റിലൂടെയൊന്നും പറഞ്ഞു തരാൻ പറ്റൂല. അതുകൊണ്ടാണ് വീഡിയോയിൽ അത്രയും വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു ആപ്ലിക്കേഷനാണ്. അതായത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. എനിക്കിതിൽ ഓഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, കോപ്പിറൈറ്റും ഇഷ്യൂ ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ എത്രത്തോളം പെർഫെക്റ്റാണ് ഈ ആപ്ലിക്കേഷൻ എന്ന്. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇൻ്റർനെറ്റ് ഓണായിരിക്കണം, എങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യും. ഇൻ്റർനെറ്റും MBയും ഒക്കെ വേണം. അപ്പോൾ ആദ്യം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് വരാം. ജസ്റ്റ് ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ട്യൂട്ടോറിയൽ വേണ്ടെങ്കിൽ മുകളിൽ സ്കിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഗൂഗിളും മറ്റുമായി സൈൻ ഇൻ ചെയ്യേണ്ട 3 ഓപ്ഷൻ ഉണ്ടാവും. അതിലെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് താഴെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന ഓപ്ഷൻ കാണാം, അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യേണ്ട ഓപ്ഷനാണ് ഉണ്ടാ. ജസ്റ്റ് നിങ്ങളിവിടെ നിങ്ങളുടെ ഇമെയിൽ IDയും പാസ്വേഡും അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അടിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. നിങ്ങളുടെ ഇമെയിൽ IDയുടെ ഒറിജിനൽ പാസ്വേഡ് അല്ല, ഇതിന് വേണ്ടിയിട്ടുള്ള പാസ്വേഡാണ്. ഏത് പാസ്വേഡ് വേണമെങ്കിലും ഇതിനടിക്കാവുന്നതാണ്. മെയിൽ നിങ്ങളുടെ ഇമെയിൽ ആയിരിക്കണമെന്ന് മാത്രം. ശേഷം താഴെ കാണുന്ന സൈൻ അപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇമെയിൽ വരണമെന്ന് ചോദിക്കും. ഡോണ്ട് അലോ, നമുക്ക് ഇമെയിലൊന്നും ശല്യങ്ങൾ വേണ്ട, കൊടുക്കാതിരിക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് നിങ്ങൾക്ക് കിട്ടുക. നിങ്ങൾ 1-2 കരോക്കെകൾ നിർമ്മിച്ചതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇമെയിൽ ID വെരിഫൈ ചെയ്യാൻ വരുന്നത്. എനിക്ക് ആദ്യം തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഫോണിലും ഓരോ ഇതായിരിക്കും. ഇമെയിൽ വെരിഫൈ ചെയ്യാതെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ഇമെയിൽ ആപ്പ് എന്ന് ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ Gmail ഓപ്പൺ ആകുന്നതാണ്. ഇനി Gmail അല്ല മറ്റെന്തെങ്കിലുമാണ് മെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മെയിലിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഏത് മെയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ആ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക. മോയ്സസ് AI എനിക്കൊരു മെയിൽ അയച്ചതായിട്ട് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്തൊരു ലിങ്ക് ഉണ്ടാവും. അത് ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഏതെങ്കിലും ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ആവും. ഞാൻ URL കോപ്പി ചെയ്തിട്ട് ഒരു ബ്രൗസറിൽ പേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ മെയിൽ ID വെരിഫൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്ലിക്കേഷന് സുഗമമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കരോക്കെ ട്രാക്ക് ഉണ്ടാക്കാനായി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വലതുഭാഗത്തും മുകളിൽ കാണുന്ന ന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയൽ ആപ്സ്, ഗാലറി, റെക്കോർഡ്, ക്ലൗഡ് സ്റ്റോറേജ്, ഇങ്ങനെ 4 ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും മുകളിലെ ഫയൽ ആപ്പിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, ഗാലറി അല്ല. ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഫയൽ മാത്രമേ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റൂ. നമുക്ക് MP3 ഫയലാണല്ലോ കരോക്കെ ആക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫയൽസ് ആപ്പിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫയൽ മാനേജറിൽ റീസെൻറ്റിലായിരിക്കും നിങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ടാകും. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫയൽ മാനേജറിൽ
ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ എവിടെയാണോ MP3 ഫയൽ ഉള്ളത് അത് ഓപ്പൺ ചെയ്യുക. SD കാർഡിലാണോ, ഫോൺ മെമ്മറിയിലാണോ, ഡൗൺലോഡ്സിലാണോ, എവിടെയാണ് MP3 ഫയൽ ഉള്ളത് ആ ഫോൾഡർ ഓപ്പൺ ചെയ്യാം. എൻ്റെത് മെമ്മറി കാർഡിലാണുള്ളത്, അതുകൊണ്ട് ഞാൻ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ എനിക്ക് MP3 എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാൻ MP3 വെച്ചിട്ടുള്ളത്. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. ശേഷം എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ട പാട്ട് ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. നിങ്ങൾ ഇവിടെ നിന്നൊന്നും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതൊക്കെ നമുക്ക് വയലിനും ഗിറ്റാറും ഒക്കെ മാറ്റി എടുക്കാനുള്ളതാണ്. അതുമല്ല ഇത് HIFIയുടെ ആണ് ഓപ്ഷന്. നമുക്ക് സാധാരണ കരോക്കെയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ താഴോട്ട് മറിക്കുക. താഴോട്ട് മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ നിന്ന്, അതായത് HIFI ഇല്ലാത്ത വോക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ 2 ട്രാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരിക്കലും വോക്കൽസ്, ഡ്രം, ബാസ്, ഒതേഴ്സ് എന്നുള്ള ബാക്കി 4 ട്രാക്ക് 5 ട്രാക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യരുത്. അത് നമുക്ക് ഓരോ ഇൻസ്ട്രുമെൻ്റൽ വേർതിരിച്ചെടുക്കാനുള്ളതാണ്. നമുക്ക് വേണ്ടത് കരോക്കെ ട്രാക്ക് ഉണ്ടാക്കാനായതുകൊണ്ട് ജസ്റ്റ് വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻ്റൽ എന്ന ആ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാട്ട് ഇതിലേക്ക് അപ്ലോഡ് ആകുന്നതാണ്. അപ്ലോഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ പ്രോസസ്സിങ് കാണിക്കും. ഇത് 100% ആകുന്നത് വരെ കാത്തിരിക്കാം. അതായത് ചില പാട്ടുകൾ നമ്മുടെ ഒരുപാട് ലെങ്ത്തുള്ള പാട്ടാണെങ്കിൽ അത് പ്രോസസ്സിങ് ആകാൻ ഒരുപാട് സമയമെടുക്കും. ഓക്കെ, പിന്നെ ലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വരാം. അത് ലോഡിംഗ് ആയിക്കഴിഞ്ഞാൽ അതും 100% ആകുന്നത് വരെ കാത്തിരിക്കാം. ഇപ്പോൾ പ്രോസസ്സിങ്ങും ലോഡിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രോസസ്സിങ് ലോഡിംഗ് എന്നൊക്കെ ചെറുങ്ങനെ കാണിച്ചെടുത്ത് 2 ട്രാക്സ് എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആകുന്നതാണ്. അല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ ഇത് ഓപ്പൺ ആവും. ഫസ്റ്റ് നിങ്ങൾക്ക് പാട്ട് തന്നെയാണ് പ്ലേ ചെയ്ത് കിട്ടുക. അപ്പോൾ നിങ്ങൾ ഈ മുകളിലത്തെ വോക്കൽ മുഴുവനായിട്ട് കുറച്ചിട്ട് ഇത് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരോക്കെ ട്രാക്ക് മാത്രം വൃത്തിയായിട്ട് ഇവിടെ കേൾക്കാം. ഇനി നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഈ മ്യൂസിക് അങ്ങ് കുറച്ചിട്ട് വോക്കൽ വെക്കാം. വോക്കൽ വെച്ചിട്ട് പ്ലേ ചെയ്യാം. വോക്കൽ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റൊക്കെ ബ്ലാങ്ക് ആയിരിക്കും. എവിടെയാണ് പാട്ട് പാടുന്നത്, സിംഗർ പാട്ട് പാടുന്നില്ലേ, സിംഗറിൻ്റെ നല്ല വോയിസിൽ പാട്ട് മാത്രം നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ഇനി ട്രാക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വലതുഭാഗത്ത്, അതായത് ഈ മ്യൂസിക്കിൻ്റെ നമുക്ക് കരോക്കെ ട്രാക്കാണല്ലോ വേണ്ടത്. അപ്പോൾ ഈ വലതുഭാഗത്ത് മ്യൂസിക്കിൻ്റെ വലതുഭാഗത്ത് കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ആ ഡൗൺലോഡിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ടു ഡ്രൈവ് എന്ന ഓപ്ഷൻ വരും. ആ സേവ് ടു ഡ്രൈവിൽ കൊടുക്കാം. അപ്പോൾ MP3 ആണോ ഏതാണോ വേണ്ടതെന്ന് ചോദിക്കും. അത് MP3 ആണെന്ന് നമുക്ക് വേണ്ടത്. ശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ എഡിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പം എൻ്റെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നെറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് സേവ് ആവില്ല. അപ്പോൾ റീട്രൈ ചെയ്യണം. വീണ്ടും ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് വീണ്ടും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സേവ് ആവുന്നതാണ്. ലെഫ്റ്റ് റൈറ്റ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ തന്നെ സേവ് ചെയ്യാം. ഇനി സിംഗറുടെ ശബ്ദം മാത്രമാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ മൈക്കിൻ്റെ നേരെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഓപ്ഷനൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ പ്രീമിയം ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. മറ്റൊന്ന്, നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷൻ ഒരു ലിങ്ക് ഷെയർ ചെയ്തതായിട്ട് കാണാം. ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. ആ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും ലിങ്ക്, കമൻറ്റ് ബോക്സിൽ ലിങ്ക് ലഭിക്കുന്നതല്ല. ഗൂഗിൾ വഴിയും നമുക്ക് ഈ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ സെർച്ച് ബാർ അല്ലെങ്കിൽ അഡ്രസ് ബാറിൽ നിങ്ങൾ TECHZ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടെക്സെറ്റ് റൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് FTM ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ഇനി നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ബാക്കി കൂടി ടൈപ്പ് ചെയ്യാം. RIGHT, അതായത് ടെക്സെറ്റ് റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് FTM ക്രിയേഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ജസ്റ്റ് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് FTM ക്രിയേഷൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി കിട്ടും. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാം മോയ്സസിൻ്റെ ഒരു പോസ്റ്റർ. പക്ഷേ നിങ്ങൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ
പുതിയ പുതിയ പോസ്റ്റുകൾ മുകളിൽ വരുമ്പോൾ ഇതൊക്കെ അടിയിലേക്ക് പോയതുപോലെ ഈ മോയ്സസിൻ്റെ പോസ്റ്ററും ഒരുപാട് അടിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വെറുതെ താഴോട്ടേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ പേജ് ഇവിടെ 2, 3, 4 അങ്ങനെ പോകാനുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ മുകളിൽ സെർച്ച് ബാർ ഉണ്ട്. ഇവിടെ വലതുഭാഗത്ത് ഒരു സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാറിൽ നിങ്ങൾ MOI എന്ന് മാത്രം എഴുതിയാൽ മതി. ശേഷം സെർച്ച് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം മോയ്സസിൻ്റെ പോസ്റ്റർ കിട്ടും. അപ്പോൾ ഇവിടെ റീഡ് മോർ എന്ന ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് മോയ്സസിൻ്റെ പേജ് ഓപ്പൺ ആയി കിട്ടും. ഇതിനകത്ത് ലിങ്ക് ടു എന്ന 2 ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജാണ് ഓപ്പൺ ആയി കിട്ടുക. അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതിലുള്ള ലിങ്ക് 2 ട്രൈ ചെയ്യുക. ലിങ്ക് 2ൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേജ് ഓപ്പൺ ആയി കിട്ടും. അതിനകത്ത് നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. രണ്ടും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൺ ആകും. അപ്പോൾ ഈ പേജിൻ്റെ ഏറ്റവും താഴത്ത് വലതുഭാഗത്ത് ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്കിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഡൗൺലോഡിങ് ഓപ്ഷൻ കിട്ടുക. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇതിൽ നിങ്ങൾ 100% ആകുന്നത് വരെ കാത്തിരിക്കുക. നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഇത് 100% ആവുക. നിങ്ങളുടെ നല്ല ഫാസ്റ്റ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് 100% ആകും. 100% ആയാൽ താഴെ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ലിങ്ക് 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ് പേജാണ് ഓണായി കിട്ടുക. അതിൻ്റെ ഒരു ആരോ മാർക്ക് കാണാൻ നിങ്ങൾക്ക് വലതുഭാഗത്ത്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇനി യൂട്യൂബിൽ നിന്നാണെങ്കിൽ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി ആപ്ലിക്കേഷനുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.